പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം വീണ്ടും കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. മനുഷ്യർക്കെല്ലാം ഒരു സ്വപ്നമുണ്ട്, പ്രസിദ്ധരാകണം, മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നവരാകണം, മറ്റുള്ളവർ പുകഴ്ത്തുന്നവരാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്ചര്യപ്പെടുന്നവരാകണം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒരു സ്വപ്നമാണ്. ചിലർക്കത് ലഭിക്കുന്നു, ചിലർക്കത് ലഭിക്കുന്നില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളതായ പ്രസിദ്ധി എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായ ഒരനുഭവമാണ്, വ്യത്യസ്തമായ ഒരു പുകഴ്ചയാണ്, വ്യത്യസ്തമായ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം കിട്ടിയ ചില വ്യക്തികളെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണിക്കയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, പത്രോസും യോഹന്നാൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ നോക്കിയാൽ യേശുവിനോടുകൂടെ അവർ സഞ്ചരിക്കുന്നതിന് മുൻപ് കേവലം മീൻപിടുത്തക്കാരായിരുന്നു. മീൻപിടുത്തക്കാരുടെ ഒരു പ്രത്യേകത, ആ നാളുകളിൽ സ്കൂളുകളിൽ പോകുന്നതിനോ വിദ്യ അഭ്യസിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഉന്നത ക്രമീകരണങ്ങളിൽ ജീവിക്കുന്നതിനൊന്നും അവസരം ലഭിക്കാത്ത ഒരു കൂട്ടരായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാൽ ഇന്ന് അതിനൊക്കെ വ്യത്യാസം വന്നു. അവരുടെ ജീവിത രീതിക്കെല്ലാം വളരെ വ്യതിയാനം ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് വിദ്യാഭ്യാസമില്ല, അക്ഷരവിദ്യയില്ല, സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കുവാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. അവരുടെ വാക്കുകളിലും അവരുടെ ജ്ഞാനത്തിലൊന്നും ആരും ആശ്ചര്യപ്പെടാറുമില്ല. എന്തെങ്കിലും അവർക്കുള്ളതായ കഴിവുകൾ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ ഒരു കടൽക്കരയിൽ മാത്രം അത് ഉദിച്ച് അസ്തമിക്കുന്നതായ കഴിവുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇതാ ഒരു കൂട്ടം മനുഷ്യർ, ചില മനുഷ്യർ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരെ ലോകം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവരുടെ വാക്കിൽ ധൈര്യമുണ്ടായി. വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ചില അഭിഷേകങ്ങൾ കൊടുത്തു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ പലയിടങ്ങളിൽ ജെറുസലേമിൻ്റെ വീഥികളിൽ സുവിശേഷം അറിയിക്കുന്ന കാലത്ത് സുന്ദരം എന്ന് പറയുന്നതായ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിന് മുൻപിൽ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ട് അവൻ ഭിക്ഷ യാചിക്കയിൽ യോഹന്നാനും പത്രോസും അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു: നോക്കൂ, നീ ഞങ്ങളോട് ഭിക്ഷ യാചിക്കുന്നില്ലേ? ഞങ്ങൾക്ക് നിന്നെ സാമ്പത്തികമായി സഹായിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയുമില്ല. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങളുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നീ സാധാരണ മനുഷ്യരെ പോലെ നടക്കുക എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചും കൊണ്ട് അവർ ആദ്യമായി സംസാരിക്കുകയുണ്ടായി. ആ വാക്ക് ഫലിച്ചു. കർത്താവ് അവർക്ക് കൊടുത്തതായ അഭിഷേകം അവിടെ രൂപം കൊണ്ടു. ആ മുടന്തനായ മനുഷ്യൻ നടക്കുകയുണ്ടായി. അവർ ശിഷ്യന്മാരോടുകൂടെ ആ മനുഷ്യനും മുടന്തനായ മനുഷ്യനും ആ ബലഹീനനായ മനുഷ്യനും നടന്നു പോകുകയിൽ ജനങ്ങളെല്ലാം ആശ്ചര്യപ്പെട്ടു. ഇവർ ഏത് ശക്തിയാലാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്ക് ഇടയിൽ ഒരു സംസാരമുണ്ടായി. അങ്ങനെ അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ പത്രോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം വന്നു. അവൻ ചരിത്രങ്ങളെല്ലാം വ്യക്തമായി സംസാരിക്കുകയിൽ ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. അതാണ് നാം ഇവിടെ വായിച്ചത്. ജനത്തിന് മുൻപിൽ വലിയൊരു ആശ്ചര്യം. യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും ധൈര്യം കണ്ടുകൊണ്ട് അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഇവർ പഠിപ്പില്ലാത്തവരും
ജ്ഞാനമില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിരുന്നില്ലേ? എന്നാൽ ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇവരെ ഇത്ര പ്രസിദ്ധരമായി സംസാരിക്കുവാനും ആശ്ചര്യകരമായ അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ഇവരെ സഹായിക്കുന്ന വ്യക്തികളാരാണ്? എന്താണ് ഇതിൻ്റെ ഘടകം? അങ്ങനെ ഇരുന്നപ്പോഴാണ് ചിലർ അവരോട്, ജനത്തോട് പറഞ്ഞത്, ഇവർ യേശുവിനോടുകൂടെ ഉള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം, പഠിപ്പില്ലാത്തവരും ജ്ഞാനമില്ലാത്തവരും സമ്പത്തില്ലാത്തവരും ഈ ലോകത്തിൽ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് നാം പറയുന്നുണ്ടെങ്കിൽ, ആത്മാവിന് അത് നിന്നിൽ കൂടെ അത് മാറ്റിക്കുറിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നീ ലോകത്തിൽ ദരിദ്രനായിരുന്നേക്കാം, സാമാന്യ മനുഷ്യനായിരുന്നേക്കാം, ഒന്നുമില്ലാത്തവനായിരുന്നേക്കാം, ഒന്നാം ക്ലാസ്സിൽ പോലും പഠിക്കാൻ കഴിവില്ലാത്തവനായിരുന്നേക്കാം. സാരമില്ല, അക്ഷരവിദ്യയേക്കാൾ ആത്മാവിൻ്റെ വിദ്യ നിൻ്റെ നാവിൽ കുറിച്ചുകൊണ്ട് മനുഷ്യരുടെ മുൻപിൽ നിന്നെ ആശ്ചര്യമുള്ളവനാക്കി നിർത്തുവാൻ ഒരു ഘടകം നിനക്ക് ആവശ്യമാണ്. നീ യേശുവിനോടുകൂടെ ഉള്ളവനാണ് എങ്കിൽ അത് സാധ്യമാകും. അതാണ് അവിടെ നാം വായിച്ചത്. ഇവർ പഠിപ്പില്ലാത്തവരും ജ്ഞാനമില്ലാത്തവരും ഒരു കഴിവുമില്ലാത്തവരും ഒരു മഹത്വമില്ലാത്തവരും ആണ്. എങ്കിലും ഇവരിൽ ചില മഹത്വങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ കാരണമോ അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ അതിനോടകം ഒരു പറച്ചിൽ തന്നെ രൂപപ്പെട്ടു. യേശുവിനോടുകൂടെ ഉള്ളവർക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിനോടുകൂടെ ഉള്ളവർ സംസാരിക്കുന്ന വാക്കുകൾക്ക് ചില ചലനാത്മകമായ പ്രവൃത്തികൾ അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ ആശ്ചര്യകരമായത് അല്ലെങ്കിൽ മനുഷ്യരാൽ അസാധ്യമായ പല കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുവാൻ അവരെ സാധ്യമാക്കുന്നു എന്നുള്ളതായ ആ സത്യം ലോകത്തിന് മുൻപിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അവരുടെ ധൈര്യം മറ്റുള്ളവർ കണ്ടു. ധൈര്യത്തോടെ നിന്ന് ഒരു മനുഷ്യനോടൊരു വാക്ക് പറയുവാൻ നമുക്ക് സാമ്പത്തിക ഭദ്രത വേണം, പഠിപ്പും ജ്ഞാനവും വേണം. ലോക മനുഷ്യരുടെ മുമ്പിൽ ധൈര്യത്തോടെ രണ്ട് വാക്ക് പറയുവാൻ അറിവില്ലാത്തവരെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ അറിവില്ലാത്തവരെ കൊണ്ടും പൊട്ടന്മാരെ കൊണ്ടും അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ കൊണ്ടും മുടന്തന്മാരെ കൊണ്ടും യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ഒരു ശക്തി അവനിൽ വ്യാപരിക്കുവാൻ അത് സാധ്യമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു സംഭവം. നിൻ്റെ ജീവിതത്തിൽ നീ പലപ്പോഴും നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പഠിപ്പും ജ്ഞാനവും സാമ്പത്തിക ഭദ്രതയും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വ്യാകുലപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ യേശുവിനോടുകൂടെ ഉള്ളവനാണെങ്കിൽ നിൻ്റെ പശ്ചാത്തലം, നിൻ്റെ ഭാവിയെ മാറ്റിക്കുറിക്കുവാൻ ദൈവാത്മാവിന് സാധിക്കും എന്ന് അനേക ഭക്തന്മാരിൽ കൂടെ കാണിച്ചതായ ദൃഷ്ടാന്തം ദൈവപൈതലെ നിന്നിൽ കൂടെയും കാണിക്കുവാൻ, നിൻ്റെ കുഞ്ഞുങ്ങളിൽ കൂടെ കാണിക്കുവാൻ, നിൻ്റെ കുഞ്ഞുങ്ങളിൽ അത് സാധ്യമാക്കുവാൻ, നിൻ്റെ തലമുറകളിൽ അത് വരച്ച് കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും എന്നൊരു സന്ദേശം. അനേക ദൈവമക്കൾ, അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് അധൈര്യപ്പെടുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. അനേക ജീവിതങ്ങൾ, യൗവനക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുവാൻ എനിക്ക് എന്ത് യോഗ്യത എന്ന് ഭാരപ്പെടുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ യേശുവിനോടുകൂടെ ഉള്ളവനാണെങ്കിൽ നിന്നെ കൊണ്ടത് സാധ്യമാകും. നീ ആ ധൈര്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിൻ്റെ ധൈര്യം കണ്ട് ദേശം ഭയപ്പെടും. ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു കീർത്തി ലോകത്തിൻ്റെ മുൻപിൽ അത് നീ മുഖേന ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനറിയാം. നീ അറിവില്ലാത്തവനും ജ്ഞാനമില്ലാത്തവനും ഒന്നിനും ശേഷിയില്ലാത്തവനുമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്നവരെങ്കിൽ, ലോകത്തിൽ ദരിദ്രരായിട്ടുള്ളവരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു, വിശ്വാസത്തിൽ അവരെ നടകൊള്ളുമാറാക്കുന്നു, വിശ്വാസത്തിൽ സംസാരിപ്പിക്കുന്നു. അവരുടെ വിശ്വാസം വർദ്ധിച്ചിട്ട് അവരെ കൊണ്ട് മനുഷ്യരാൽ അസാധ്യമായ പല കാര്യങ്ങളിലും അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ദൈവത്തിൽ ആശ്രയിപ്പാൻ, യേശുവിനോടുകൂടെ ആയിരിക്കാനുള്ളതായ ഒരു പ്രഭാതം നിൻ്റെ ജീവിതത്തിൽ സാധ്യമാകേണ്ടതിന്, നിൻ്റെ ഭവനത്തിൽ സാധ്യമാകേണ്ടതിന്, നിൻ്റെ തലമുറകളിൽ സാധ്യമാകേണ്ടതിന് ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.